പിന്നെ അത് മാത്രമല്ല ഗുജറാത്തിലോ സ്റ്റേറ്റിലും പോയിട്ട് ഗുജറാത്തിലും കിട്ടും. അടുത്ത പ്രാവശ്യം കള്ളക്കളിയിലെങ്കിലും നല്ല തൂത്ത് വരും. 400 ഇവര് വരും. രാഹുൽ ഗാന്ധിന്റെ മിന്നാത്ത പ്രസംഗമല്ലോ ഭയങ്കര എത്ര ആളാ കണ്ടത്. മോഡിന്റെ അതിന്റെ കാൽഭാഗാള് കണ്ടിട്ടില്ല. ഭയങ്കര ഇവന്റ് ഇതല്ലോ, ഒരു പേജല്ലോ. പിന്നെ അതുപോലെ തന്നെ സ്പീക്കറോടെല്ലാം പറഞ്ഞ മോഡിക്ക് കൈ കൊടുക്കണോ. അതെ, വയസ്സിന് എന്ത് വയസ്സ് ഇന്ന ഏറ്റവും വലിയ ഇവിടുത്തെ ഇന്ത്യ ചേരാ ഇവിടുത്തെ ഏറ്റവും വലിയ കുഞ്ഞിട്ട് കൈ കൊടുത്ത് ആക്ഷനല്ല കറക്റ്റായിട്ട് വരുന്നത്. എങ്ങനെയാ പുറത്ത് മട്ടപ്പുറം കൈ കെട്ടിട്ട് ചോദിക്കുന്നത്. എനിക്ക് രാജീവ് ഗാന്ധി ഇത്രയൊന്നും സ്ട്രോങ് അല്ലേ? എല്ലാം നെഹ്റുവിന്റെ പോലെ അല്ല. ചാൻസും കിട്ടി വന്നിക്കില്ല, ആവശ്യം വന്നിക്കില്ല. അയാളൊരു സൗമ്യനായ നല്ല ബുദ്ധിയുള്ള ആളായിരുന്നു. അന്നേരം ഇത്ര എതിർകക്ഷി ഉണ്ടായിരുന്നില്ലല്ലോ, ഓപ്പോസിറ്റ് അത്ര സ്ട്രോങ് അല്ലല്ലോ. നല്ല ഓപ്പോസിറ്റ് ഉള്ള സമയല്ലേ? കാരണം ഇന്ദിരാന്റെ BJP സ്ട്രോങ് അല്ലല്ലോ ആ സമയത്ത്. സോഷ്യലിസ്റ്റ് ഇല്ലേ? സോഷ്യലിസ്റ്റ് എവിടുന്നാ വരുന്നത്? സോഷ്യലിസ്റ്റ് ഓരോ സ്റ്റേറ്റേ ഉള്ളൂ. അല്ല, ഇവര് നരസിംഹറാവുവിന് ശേഷം മുമ്പ് ചന്ദ്രശേഖരനും ദേവഗൌഡിയെല്ലാം ആയ സമയമുണ്ടല്ലോ. അതെ, അന്നേരം തന്നെ പറഞ്ഞാൽ ഡിവൈഡഡ് പാർട്ടീസ് ആണ്. മനസ്സിലായില്ലേ? പിന്നെ കോൺഗ്രസിന്റെ ആധിപത്യം അന്നേരം, ഇപ്പൊ BJPന്റെ ആധിപത്യം മാതിരി. അവിടെ കൂടുതൽ വേർക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പം രാഹുലിന് ഒരുപാട് വേർക്കേണ്ടി വന്നു. കാരണം എതിർകക്ഷി നല്ലോണം പ്രവർത്തിച്ചിന് പാവം. മാക്സിമം അവനവന്റെ മഞ്ഞിലും മയത്തും നടത്തം ജോഡോ യാത്ര ഓപ്പോസിറ്റ് ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പം വല്ലാണ്ട് വിഷം കുത്തി കളഞ്ഞു. ഭയങ്കര സാധനങ്ങളാണ്. എങ്ങനെയൊക്കെ ജനങ്ങളെ കയ്യിലെടുക്കാൻ പറ്റുമോ അത് മാക്സിമം